ഈ കാർഷിക വിഷയങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന കാത്തോലിക്ക സഭയുടെ പരിപാടിയിൽ ഉദ്ഘാടകനായി എത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഭയുടെ കാർഷിക സംഘടനയായ ഇൻഫാമിന്റെ രജത ജൂബിലി ആഘോഷത്തിനാണ് മുഖ്യമന്ത്രി എത്തിയത്. ചടങ്ങിൽ വെച്ച് താമരശ്ശേരി ബിഷപ്പിനെ മുഖ്യമന്ത്രി പുകഴ്ത്തി. കാർഷിക വിളകളുടെ വില തകർച്ച, ബഫർ സോൺ, വന്യജീവി ആക്രമണം, പട്ടയം തുടങ്ങിയ വിഷയങ്ങളിൽ കത്തോലിക്ക സഭ സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സഭയുടെ പരിപാടിയിൽ ഉദ്ഘാടകനായി മുഖ്യമന്ത്രി എത്തിയത്. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന ഇൻഫാമിന്റെ രജത ജൂബിലി ആഘോഷമായിരുന്നു വേദി. കർഷകർക്ക് വേണ്ടി സഭ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അഭിനന്ദനവും. ഇൻഫാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ അടിത്തറ പാകിയ ചില വ്യക്തിത്വങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. ചടങ്ങിൽ വെച്ച് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയെ മുഖ്യമന്ത്രി പുകഴ്ത്തി. മുൻ താമരശ്ശേരി ബിഷപ്പിനെ മുഖ്യമന്ത്രി നികൃഷ്ടജീവി എന്ന് വിളിച്ചത് വേറെ വിവാദമായിരുന്നു. താമരശ്ശേരി പിതാവ് വയനാട്ടിലെയും മലബാറിലെയും കർഷകരുടെ പ്രയാസങ്ങൾ ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽ നിരന്തരം പെടുത്തുന്ന ഒരാളാണ്. ഇൻഫാമിൻ്റെ വലിയ കരുത്തായി അദ്ദേഹം നിലകൊള്ളുകയാണ്. കർഷകർക്ക് വേണ്ടി സർക്കാർ നടത്തിയ ഫലപ്രദമായ ഇടപെടലുകളെ ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിലും എണ്ണിപ്പറഞ്ഞു. മന്ത്രി വി എൻ വാസവൻ, ജോസ് കെ മാണി MP, MLA-മാരായ N ജയരാജ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.